ദുബായ് വികസനത്തിന് മസ്കത്തിൽ പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപനം. കയറ്റുമതി നടപടിക്രമങ്ങളിൽ കർശനത. പുതിയ നിബന്ധനകളുമായി റോയൽ ഒമാൻ പോലീസ്. ഇബ്രി ഇന്ത്യൻ സ്കൂളിന്റെ 37ാം വാർഷികാഘോഷം വർണ്ണാഭമായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. കൃത്രിമ ബുദ്ധി രംഗത്ത് വൻ മുന്നേറ്റത്തിന് വഴിയൊരുക്കി മസ്കത്ത് ഗവർണറേറ്റിൽ പ്രത്യേക സാമ്പത്തിക മേഖല പ്രഖ്യാപിച്ച് സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ ഉത്തരവ് പുറപ്പെടുവിച്ചു. സ്പെഷ്യൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോൺ എന്ന പേരിലാണ് മേഖല അറിയപ്പെടുക. പബ്ലിക് അതോറിറ്റി ഫോർ സ്പെഷ്യൽ ഇക്കണോമിക് സോൺസ് ആൻഡ് ഫ്രീ സോൺസ് ഡയറക്ടറേറ്റ് ബോർഡിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ഈ മേഖല ഗതാഗത, ആശയവിനിമയ, വിവര സാങ്കേതിക മന്ത്രാലയവുമായി ചേർന്നായിരിക്കും മുന്നേറുക. നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ പദ്ധതികൾക്ക് ലഭ്യമാക്കുകയും അന്താരാഷ്ട്ര പ്രാദേശിക നിക്ഷേപകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നതിലൂടെ നൂതന സാങ്കേതിക വളർച്ചയ്ക്ക് പ്രോത്സാഹനം നൽകുകയാണ് ലക്ഷ്യം. ഒമാനിലെ തുറമുഖങ്ങൾ വഴിയുള്ള കയറ്റുമതി നടപടിക്രമങ്ങളിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാൻ പുതിയ നിബന്ധനകളുമായി റോയൽ ഒമാൻ പോലീസ് രംഗത്ത്. മെയ് 17 മുതൽ ഷിപ്പിംഗ് മാനിഫെസ്റ്റിൽ ചരക്കുകളുടെ പൂർണ്ണ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് നിർബന്ധമാക്കി. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് കസ്റ്റംസ് പുറത്തിറക്കിയ നിർദ്ദേശപ്രകാരം പോർട്ട് ഓപ്പറേറ്റർമാർ, ഫ്രൈറ്റ് ഫോർവേഡർമാർ, കസ്റ്റംസ് ക്ലിയറൻസ് സ്ഥാപനങ്ങൾ എന്നിവർ പുതിയ ചട്ടങ്ങൾ കർശനമായി പാലിക്കണം. കണ്ടെയ്നറുകളുടെ യഥാർത്ഥ നമ്പറുകൾ ഉൾപ്പെടെ കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് നിർബന്ധമാക്കിയതിലൂടെ ചരക്ക് വിവരങ്ങളുടെ വിശ്വസ്തതയും വ്യാപാര ഇടപാടുകളുടെ സുഗമതയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഇബ്രി ഇന്ത്യൻ സ്കൂളിന്റെ 37ാം വാർഷികാഘോഷം ഒരൊറ്റ ലോകം അനേകം നിറങ്ങൾ, ആഗോള ഐക്യവും സംസ്കാരവും എന്ന പ്രമേയത്തിൽ ഭംഗിയായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പങ്കെടുത്ത ആഘോഷം കലാപരിപാടികളുടെ നിറവിൽ ശ്രദ്ധേയമായി. മുനിസിപ്പൽ കൗൺസിൽ അംഗം സുൽത്താൻ ബിൻ റാഷിദ് അൽ കൽബാനി മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. വിദ്യാഭ്യാസ, വ്യവസായ രംഗങ്ങളിലെ നിരവധി പ്രമുഖരും വിശിഷ്ടാതിഥികളായി എത്തിയിരുന്നു. സ്കൂൾ വാർഷിക റിപ്പോർട്ട് പ്രിൻസിപ്പൽ അവതരിപ്പിച്ചു. അക്കാദമികവും കായികവുമായ നേട്ടങ്ങൾ ചടങ്ങിൽ വിശദീകരിച്ചു. സ്കൂൾ വാർത്താ പത്രികയായ അപ്പോജിയും പ്രകാശനം ചെയ്തു. 10-12 ക്ലാസ് പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്ക് മെഡലുകളും ക്യാഷ് പ്രൈസുകളും നൽകി ആദരിച്ചു. അക്കാദമിക് എക്സലൻസ് അവാർഡുകളും ഓൾറൗണ്ട് പ്രകടനത്തിനുള്ള പ്രത്യേക പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. CBSE ഒമാൻ ക്ലസ്റ്റർ മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്കും പ്രത്യേക അംഗീകാരം നൽകി. മികച്ച അധ്യാപകരെയും 100% ഹാജർ രേഖപ്പെടുത്തിയ ജീവനക്കാരെയും ആദരിക്കുകയും ചെയ്തു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കാശ്മീരി, ബ്രസീലിയൻ, ആഫ്രിക്കൻ, ചൈനീസ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ നൃത്തങ്ങളും കലാപരിപാടികളും ആഘോഷത്തിന് മാറ്റുകൂട്ടി. UKG മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഗ്രാൻഡ് കൾച്ചറൽ ഫീസ്റ്റോടെയാണ് പരിപാടി സമാപിച്ചത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.